ടൈമും നമ്മുടെ മൈൻഡും തമ്മിൽ നല്ല ബന്ധമാണ്. നമ്മൾ കുറച്ച് മെല്ലെ സമയം പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ സമയം വേഗം പോകും. നേരെ മറിച്ചൊന്ന് വേഗം ദിവസങ്ങൾ കടന്നു പോയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ അത് നീങ്ങേയില്ല. അങ്ങനെ കുറച്ച് സ്ലോ ആയ 2 ഡേയ്സാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. മോനും ഞാജിയും വരിക എന്ന് പറഞ്ഞത് മുതൽ ആ ദിവസം ആവാനായിട്ടുള്ളൊരു തത്രപ്പാടായിരുന്നു. എന്തോ ആ ദിവസങ്ങൾ കഴിയണേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് ആ ദിവസം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ നീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചവരെ കാത്തിരിക്കുകയാണ്. മോന് പോയിട്ട് ഒരു 7 മാസം, ഞാജി 1 വർഷമായി കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാത്തിരിപ്പും ഒക്കെ ആയിരുന്നു. ഒരു രാവിലെ 9 മണിയായപ്പോഴത്തേന് എത്തിയിട്ടുണ്ട്. ഇലും നൈഷൊന്നും നീറ്റിട്ടില്ല. ബാക്കി എല്ലാവരും നീറ്റ് വരെ നോക്കിയിരിക്കായിരുന്നു. ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയില്ല, ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് കണ്ണെന്ന് വെള്ളം വരും. ഞാൻ മോനും നാജിക്കൊന്നും ദിവസം വിളിക്കുകയും മെസ്സേജ് അയക്കി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നാജി പോയിട്ട് ഞങ്ങൾ 2-3 ടൈമൊക്കെ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. വീഡിയോ കോളും ചെയ്യൂല. എനിക്ക് പൊതുവേ അതൊന്നും ഇഷ്ടമല്ല. നാജി മോൻ ഞങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും, ഒരു ആവശ്യമുള്ള സമയത്ത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാവും. പക്ഷേ അത് ഈ ഫോണിലൂടെ എപ്പോഴും കുറേ നേരം സംസാരിച്ച് അത് ഞങ്ങൾക്ക് അറിയൂല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് കൂടി ഡെയിലി വിളിക്കാറില്ല. എന്തായാലും ഇവരെത്തിയ കറക്റ്റ് ടൈമിൽ ഇലും നൈഷൊക്കെ നേറ്റിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അന്താളിപ്പുണ്ട്. ഇന്നലെ മുതൽ പറയുന്നുണ്ട് മാമ വരുന്നൊക്കെ, പക്ഷെ എന്നാലും ഒരു അന്തം വിടലുണ്ട്. അപ്പോൾ അവരെത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ഷാമോന് ഷെമിലൂടെ എത്തുമല്ലോ. അപ്പോൾ ഓരോ കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് രാജു മോനും ഉമ്മയും ബാപ്പയൊക്കെ കടന്നുറങ്ങാൻ പോയി. ഷാമോന് ഫുട്ബോളിൻ്റെ ഇടയിൽ ഒന്ന് വീണിട്ട് കയ്യിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കും ഇൻഷാ അല്ലാ.